ഹലോ ഓൾ വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വന്ന ഇഷ്യൂ എന്ന് പറഞ്ഞാൽ IRCTCയുടെ റിസൾട്ട് പ്രഖ്യാപിച്ചുകൊണ്ട്. സോ അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഇതെടുത്തത്. ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല, മറിച്ച് നമ്മൾ സാധാരണ രീതിയിൽ ഇതിൻ്റെ റിസൾട്ടും കമ്പനിയുടെ അനാലിസിസും ഒക്കെ നടത്താറുണ്ട്. സോ കമ്പനിയുടെ ഫിനാൻഷ്യൽസ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു കണ്ടൻറ്റായിട്ട് മാത്രം കാണുക. ഓക്കെ. ആൻഡ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണാം, നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ് പിന്നെ ആക്റ്റീവ് ആയിരുന്നു. അത് ചെറുതായിട്ടൊരു ടെക്നിക്കൽ ഇഷ്യൂ കാരണം ഡിലീറ്റ് ചെയ്യപ്പെട്ടതാണ്. സോ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർക്ക് പുതിയതായിട്ടുള്ള നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്യാം. അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മോസ്റ്റ്ലി 70+ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് നിലവിൽ. ഇപ്പം ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അതിൽ നമ്മൾ നല്ല നല്ല സ്റ്റോക്സ് ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ആൻഡ് സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള റിസൾട്ടുകൾ, ന്യൂസുകൾ ഇതെല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. സോ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. നിങ്ങളുടെ ട്രേഡിംഗ് കരിയറിൽ അതൊരു ഹെൽപ്ഫുള്ളായ കാര്യമായിരിക്കും. ഓക്കെ. സോ IRCTCയിലെ റിസൾട്ട് പരിശോധിക്കും മുന്നേ നമുക്ക് കമ്പനിയെ കുറിച്ച് മനസ്സിലാക്കാം. കാര്യം കമ്പനിയെ പറ്റി ആരും മനസ്സിലാക്കിയിട്ടില്ല. IRCTC മാത്രമേ അറിയത്തുള്ളൂ. എന്താണ് കമ്പനി ചെയ്യുന്ന ബിസിനസ് എന്നോ കമ്പനിയെക്കുറിച്ച് ആർക്കും ഇതുവരെ അറിയത്തില്ല. സോ ബിസിനസ്സിനെ കുറിച്ച് സംസാരിച്ചതിന് ശേഷം നമുക്ക് റിസൾട്ടിലേക്ക് പോകാം. റിസൾട്ട് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ നോക്കിയാൽ മാർക്കറ്റ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ 49,764 കോടിയാണ് ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് വരുന്നത്. നിലവിലെ കറന്റ് മാർക്കറ്റ് പ്രൈസ് 622 രൂപയാണ്. ഓക്കെ. ഡിവിഡൻഡ് yield 1.29% ഓൾറെഡി ഉണ്ട്. ഇപ്പോൾ 1999 നവരത്ന കാറ്റഗറിയിൽ സെൻട്രൽ പബ്ലിക് സെക്ടർ എന്റർപ്രൈസിൻ്റെ ഭാഗമായിട്ടാണ് IRCTC ഉണ്ടായത് അല്ലേ. അപ്പം ഇതിനെപ്പറ്റിയൊക്കെ ഏകദേശം ഒരു ധാരണ ചിലർക്കെങ്കിലും ഉണ്ടാവും, എന്നാൽ ഇല്ല. അപ്പം കമ്പനിയുടെ എക്സ്ക്ലൂസീവ്ലി നമ്മൾ ചിന്തിക്കുകയാണ്, ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഓൺലൈൻ ടിക്കറ്റും കാറ്ററിംഗ് സർവീസും പാക്കേജ് ഡ്രിങ്കിംഗ് വാട്ടർ കൊടുക്കുന്ന ഒരു ഓൺലി കമ്പനിയാണ്. അതായത് മീൻസ് ഓതറൈസ്ഡ് ചെയ്തിരിക്കുന്ന ഒരു കമ്പനി മാത്രമാണ് അത് IRCTC ആണ്. ഓക്കെ. അപ്പം മോസ്റ്റ്ലി അവർ റെയിൽവേയിൽ മാത്രമല്ല, ഹോസ്പിറ്റാലിറ്റി, ട്രാവൽ ആൻഡ് ടൂറിസം മേഖലകളിലെല്ലാം അവർ പങ്കെടുക്കുന്നുണ്ട്. ഓക്കെ. കാറ്ററിങ്ങിൻ്റെ ഭാഗത്തു നിന്നാണ് കമ്പനി കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ട്രെയിൻ പാസഞ്ചേഴ്സിനെയാണ് മെയിൻലി അവർ ഫോക്കസ് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗത്ത് തന്നെയാണ്, കാറ്ററിങ്ങിൻ്റെ ഭാഗത്തു നിന്ന് തന്നെയാണ് 47% അവർക്ക് റവന്യൂ വരുന്നത്. ഓക്കെ. 16 ലക്ഷത്തോളം മീൽസ് ഡെയിലി അവർ കൊടുക്കുന്നുണ്ട്. 2000-ഓളം പാർട്ട്നേഴ്സ് ട്രെയിൻ സർവീസുമായി ബന്ധപ്പെട്ടുണ്ട്. ഓക്കെ. പിന്നെ മൊബൈൽ കാറ്ററിംഗ് ഉണ്ട്. ഓൺ ബോർഡിംഗ് കാറ്ററിംഗ് സർവീസ് വഴി പാൻട്രി കാർസ്, മിനി പാൻട്രീസ്, ട്രെയിൻ സൈഡ് വെൻഡിങ് ഇതെല്ലാം വഴിയിട്ടാണ് അവർ, മൊബൈൽ കാറ്ററിംഗ് വഴിയാണ് അവർ മോസ്റ്റ്ലി ട്രെയിൻസിൽ കൊടുക്കുന്നത്. വന്ദേ ഭാരത്, രാജധാനി, ശതാബ്ദി, ദുരന്തോ, ഗതിമാൻ എക്സ്പ്രസ്, തേജസ് എക്സ്പ്രസ്, ഇതൊരു 51ഓളം മെനു അവർക്കുണ്ട്. ഓക്കെ. 51 വന്ദേ ഭാരത് ട്രെയിൻസ് വഴി അവർ കസ്റ്റമൈസ് റീജിയണൽ മെനു, ഓരോ സ്ഥലത്തുമുള്ള റീജിയണൽ മെനു അനുസരിച്ച് അവർ കൊടുക്കാൻ കാലിബറുള്ള ഒരു പ്രസ്ഥാനമാണ് IRCTC എന്ന് പറയുന്നത്. പിന്നെ അവർക്ക് നല്ലൊരു ആപ്പ് നിലവിൽ ഉണ്ട്. ആപ്പിനെ കുറിച്ച് എല്ലാവർക്കും വിവിധ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ആപ്പ് മെയിൻലി ഉണ്ട്, വെബ്സൈറ്റ് ഉണ്ട്, മീൽസ് ഡയറക്റ്റ്ലി ഓർഡർ ചെയ്യാനായിട്ടുള്ള അവസരമുണ്ട്. പിന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ നിയറുള്ള, ട്രെയിൻ സ്റ്റേഷൻ നിയറുള്ള റെസ്റ്റോറൻറ്റ്സിൽ പാർട്ണർ ചെയ്ത് സൊമാറ്റോ, സ്വിഗ്ഗിയൊക്കെ വഴി ഈ കാറ്ററിംഗ് സർവീസ് അവരിപ്പം തുടങ്ങിയിട്ടുണ്ട്. ആ സർവീസ് മോസ്റ്റ്ലി 400ഓളം സ്റ്റേഷനുകളിലേക്ക് അവർ വ്യാപിച്ചിട്ടുണ്ട്. പിന്നെ റെയിൽ നീർ എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. പിന്നെ അറിയായിരിക്കും സ്റ്റാറ്റിക് കാറ്ററിംഗ്, അതായത് കാറ്ററിംഗ് സർവീസ് മാത്രമല്ലാതെ അവർ ഒരു ആളുകളെ സഹായിക്കാൻ വേണ്ടി റിഫ്രഷ്മെന്റ് റൂംസ്, ബേസ് കിച്ചൺസ് ചെയ്തിട്ടുണ്ട്, ഫുഡ് പ്ലാസാസ് ചെയ്തിട്ടുണ്ട്, 46 റിട്ടയറിംഗ് റൂംസ് ചെയ്തിട്ടുണ്ട്, എക്സിക്യൂട്ടീവ് ലോഞ്ചസ് എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ BNR ഹോട്ടൽസ് റാഞ്ചിയിലും പൂരിയിലും അവർ അറേഞ്ച് ചെയ്ത് വയ്ക്കുന്നുണ്ട്. പിന്നെ അവരുടെ കാറ്ററിംഗ് സെഗ്മെന്റ് റവന്യൂ തന്നെ 32% വർധനവ് ഫിനാൻഷ്യലി 2024 ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇന്റർനെറ്റ് ബേസ്ഡ് റെയിൽ ടിക്കറ്റിംഗ് ബുക്കിംഗ് അവർ ഏകദേശം കൊടുത്തിട്ടുണ്ട്. അതും 82% ടോട്ടൽ അണ്ടർ റിസർവ്ഡ് ടിക്കറ്റ്സും വരുന്നത് ഇന്റർനെറ്റ് ബാങ്കിങ് വഴി തന്നെയാണ്, ഓൺലൈൻ വഴി തന്നെയാണ് അവർക്ക് വരുന്നത്. ആൻഡ് അതായത് അവരുടെ സെർവേഴ്സിന്റെ കാപ്പബിലിറ്റി എന്ന് പറഞ്ഞാൽ ഹൈ കപ്പാസിറ്റി സെർവേഴ്സാണ്. മോസ്റ്റ്ലി 28,000 ടിക്കറ്റ് പെർ മിനിറ്റ് നമുക്ക് ഓൾറെഡി ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പം മോസ്റ്റ്ലി 12 ലക്ഷത്തിലധികം ടിക്കറ്റ്, 12.38 lakhs ടിക്കറ്റുകൾ അവർ ഡെയിലി വിൽക്കുന്നുണ്ടെന്നാണ് പറയുന്നത്, ആവറേജ്. ഓക്കെ. അപ്പോൾ അത് സീസൺ ടൈം ആകുമ്പോഴത്തേക്ക് വർദ്ധിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം പണ്ടൊക്കെ ആണെങ്കിൽ 11.44 ലക്ഷം ആയിരുന്നെങ്കിൽ അത് 12.38 ലക്ഷമായിട്ടൊക്കെ വർദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ടൂറിസം എന്ന് പറയുന്നത് അവർ പാക്കേജിൽ കൊടുക്കുന്നുണ്ട്. എത്ര പേർക്ക് അറിയാമെന്ന് അറിയത്തില്ല. അവർ പ്രത്യേകിച്ച് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് NRIസിനെയാണ്. അതായത് തീംസ്, റിലീജിയസ് ഉണ്ട്, പിൽഗ്രിമേജ് ഉണ്ട്, വൈൽഡ് ലൈഫ് അഡ്വഞ്ചേഴ്സ് ഉണ്ട്. അതായത് വിവിധ സ്ഥലങ്ങളിലേക്കുള്ള പാക്കേജസ് അവർ ഓൾറെഡി ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. പിന്നെ NRIസിന് വേണ്ടി സ്പെഷ്യലി ആയിട്ട് രാംകഥ യാത്ര, കാശി തമിഴ് സംഗമം, സൗരാഷ്ട്ര തമിഴ് സംഗമം എന്നൊക്കെ പറയുന്ന പരിപാടീസ്, ഉത്തർപ്രദേശിനും UPയിലൊക്കെ നടക്കുന്ന പരിപാടികളിലേക്ക് NRIസിനും രാജ്യത്തിന് വിവിധമുള്ള ആളുകളെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ IRCTC ടൂറിസം പാക്കേജുകൾ നിലവിൽ നടത്തുന്നുണ്ട്. മോസ്റ്റ്ലി അതിന്റെ ഭാഗമായിട്ട് 5.48 ലക്ഷം പാസഞ്ചേഴ്സിനെ ഫിനാൻഷ്യലി 2024 തന്നെ അവർ നടത്തിയിട്ടുണ്ട്. 337 ട്രിപ്പുകൾ നടത്തിയിട്ടുണ്ട്. 157 ചാർട്ടർ ട്രെയിൻസ് നടത്തിയിട്ടുണ്ട്. ആൻഡ് 4 തേജസ് എക്സ്പ്രസ് ട്രെയിൻസും വഴി അവർ ഈ ഒരു സർവീസ് റെയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ റെയിൽ നീർ, നമ്മൾ ബോട്ടിൽഡ് വാട്ടറിലെ മിനറൽ വാട്ടർ അവർ കൊടുക്കുന്നുണ്ട്. IRCTCയുടെ ഭാഗമായിട്ട് റെയിൽ നീർ എന്നുള്ള ഒരു കമ്പനി ഉണ്ട് അവരുടെ ഭാഗത്ത് നിന്ന്. അതായത് 410 റെയിൽവേ സ്റ്റേഷനുകളിൽ 19 മാനുഫാക്ചറിംഗ് പ്ലാന്റ്സ് ഇന്ത്യയിലുണ്ട്. അവർ മോസ്റ്റ്ലി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ എക്സ്പാൻഷൻ പ്രോജക്ട്സും നടക്കുന്നുണ്ട്. റെയിൽ നീറിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ ആന്ധ്രാപ്രദേശിൽ വിജയവാഡയിൽ ഒരു 2024 ഒരു പ്ലാന്റ് അവർ തുടങ്ങിയിട്ടുണ്ട്. അവിടെ 72,000 ബോട്ടിൽസ് ആണ് നിലവിൽ അവർ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് റെയിൽ നീറിൻ്റെ ഭാഗമായിട്ട്. അത് കപ്പാസിറ്റി എക്സ്പാൻഷൻ നടത്തി
മോസ്റ്റ്ലി ആംബർനാഥിലും ധനാപൂരിലും കൂടെ ചേർന്ന് 3 ലക്ഷത്തോളം ബോട്ടിൽസ് നിർമ്മിക്കാനായിട്ട് അവർ ഉള്ള കപ്പാസിറ്റി എക്സ്പാൻഷനും നടത്തുന്നുണ്ട്. പുതിയ പുതിയ ഇനിഷ്യേറ്റീവ്സ് ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തി വരുന്നുണ്ടെന്നുള്ളൊരു കാര്യവും ഞാൻ സൂചിപ്പിക്കട്ടെ. പിന്നെ നോൺ റെയിൽവേ ബിസിനസ്സിലേക്ക് അവർ കടക്കുന്നുള്ളതായിട്ടുള്ള ന്യൂസ് വരുന്നുണ്ട്. ഹോസ്പിറ്റാലിറ്റി ഔട്ട്ലെറ്റ്സ് നടത്തുന്നുണ്ട് UP-യിലൊക്കെ ആയിട്ടും കൽക്കട്ട ഹൈക്കോടതിന് സമീപമൊക്കെ ആയിട്ട് അവർ കുറച്ച് പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റിസൾട്ടുകളൊക്കെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് അത്യാവശ്യം ഭേദപ്പെട്ട റിസൾട്ടുകളൊക്കെ കൊടുക്കുന്നുണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിലും നിങ്ങൾക്ക് അറിയാം സെപ്റ്റംബർ 2025 ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പം നിലവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട് 3.50 രൂപ ആണ്. 3.5 പൈസ 50 പൈസയാണ് ഒരു ഷെയറിന് അവർ ഡിവിഡൻഡ് കൊടുക്കുന്നത്. അവർ വലിയ ന്യൂസായിട്ട് നിലവിലുണ്ട്. ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുള്ളത് പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ് കമ്പനിക്ക്. ഫിനാൻഷ്യൽ പെർഫോമൻസ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡ് അലോൺ ഇൻകം ഒക്കെ അത്യാവശ്യം ലാക്സ് ഇൻ ടേംസ് ഓഫ് ലാക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഞാനിവിടെ 3,57,000 വരുന്നത് 3,94,000 ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സും കൊടുത്തിട്ടുണ്ട്. ഇൻ ടേംസ് ഓഫ് ലാക്സ് ആണ് നമ്മൾ പറയുന്നത്. 95,670 ആയിരുന്നത് മോസ്റ്റ്ലി 1,06,679 റേഞ്ചിലേക്ക് മാറിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഇൻക്രീസ് കൂടിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് പറയുന്നത്. കൺസോളിഡേറ്റഡ് ടോട്ടൽ ഇൻകം തന്നെ കൂടിയിട്ടുണ്ട്. അത് 3,94,000 എന്ന റേഞ്ചിലേക്ക് മാറിയിട്ടുണ്ട്. അത് മുൻപേ ആയിരുന്നെങ്കിൽ 3,57,000 ആയിരുന്നു. ഓക്കെ, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണെങ്കിൽ 95,000 നിന്നും 1,06,000 എന്ന റേഞ്ചിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പം ഇന്റർൻ ഡിവിഡൻഡ് പ്രഖ്യാപിച്ച കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കാറ്ററിംഗ് സർവീസിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ കാറ്ററിംഗ് സർവീസ് തന്നെയാണ് 20,766 ഇൻ ടേംസ് ഓഫ് ലാക്സ് ആണ് ഞാൻ ഇവിടെ പറയുന്നത്. കാറ്ററിംഗ് സർവീസിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ റെയിൽ നീറിന്റെ ഭാഗത്ത് നിന്നായിട്ട് 3,946.81 ഇൻ ടേംസ് ഓഫ് ലാക്സ് അവർക്ക് അത്യാവശ്യം റവന്യൂ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ടൂറിസത്തിന്റെ ഭാഗത്ത് നിന്ന്, ഇന്റർനെറ്റ് ബാങ്കിങ്ങിന്റെ ഭാഗത്ത് നിന്ന് അവർക്ക് അത്യാവശ്യം റവന്യൂ വന്നിട്ടുണ്ട്. അപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ടൊക്കെ വായിക്കുകയാണെങ്കിൽ ബാക്കി ഇതിൽ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സിൽ എന്താ പറയുക, അവർ കൊടുക്കേണ്ട ടാക്സ്, GST നോട്ടീസ്, ടാക്സ് ക്ലെയിംസ്, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ കൊടുത്തിട്ടുണ്ട്. സോ കമ്പനി അത്യാവശ്യം നല്ല എന്താ പറയുക ഒരു ഇംപ്രസീവ് ആയിട്ടുള്ള റിസൾട്ട് പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. പക്ഷേ കമ്പനിയുടെ ടെക്നിക്കൽ ചാർട്ടിലേക്ക് നമുക്കൊന്ന് പോകാം. നിങ്ങൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഒരു ഡൗൺ ട്രെൻഡ് സൂചിപ്പിക്കുകയാണ്. അപ്പം നിലവിൽ എവിടെയാണ് എന്താണ് അവസ്ഥ എന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 622 റേഞ്ചിലാണ് കമ്പനി ഹോൾഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്കൊന്ന് മന്ത്ലി ചാർട്ടിൽ നിന്നും വീക്ക്ലി ചാർട്ടിലൊക്കെ ഒന്ന് പോകാം. എന്തായാലും അവസ്ഥയൊന്നും അറിയണമല്ലോ. സോറി, ജസ്റ്റ് ഒന്ന് ചാർട്ട് മാറിപ്പോയി, കാര്യമാക്കണ്ട. IRCTC അപ്പോൾ നോക്കുകയാണെങ്കിൽ മന്ത്ലി ചാർട്ട് നോക്കുകയാണെങ്കിൽ തന്നെ ഡൗൺ സൈഡാണ്. കുറച്ചധികം കാലമായിട്ടുള്ള ഒരു കറക്ഷൻ നിലനിൽക്കുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. നിലവിൽ മാർക്കറ്റ് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഡിമാൻഡ് ഏരിയസിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. റിസൾട്ടിൻ്റെ പ്രഖ്യാപനം കൊണ്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ ഒരു അപ്സൈഡ് ഉണ്ടായാലേ ഉള്ളൂ. എന്തായാലും കഴിഞ്ഞ കുറച്ച് ക്വാർട്ടറുകളായിട്ട് മാർക്കറ്റ് കുറച്ച് കറക്ഷനിലാണ് നിൽക്കുന്നത്. ഒരു വലിയ കൺസോളിഡേഷനാണ്. 500-നും 1,100 റേഞ്ചിൻ്റെ ഇടയിൽ കൺസോളിഡേറ്റ് നിൽക്കുകയാണ്. ഡെയിലി ചാർട്ട് നോക്കാം. ഡെയിലി ചാർട്ട് നോക്കുകയാണെങ്കിൽ പോലും നമുക്ക് ഒരു ബൈങ് സോൺ ആണോ എന്ന് ചോദിച്ചാൽ ഒരു ഡിമാൻഡ് ഏരിയയിൽ നിൽക്കുകയാണ്. അത്യാവശ്യം നല്ല റേഞ്ചിൽ ഡിമാൻഡ് ഏരിയയിൽ കുറച്ചധികം കാലമായിട്ട് ട്രേഡ് ചെയ്യുകയാണ്. അപ്പം ഇതിൻ്റെ ടെക്നിക്കലി ഉള്ള കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ 565 റേഞ്ചിന് താഴെ പോവുകയാണെങ്കിൽ മാർക്കറ്റ് സെല്ലിംഗ് പ്രഷർ നിലനിൽക്കാം. അപ്പം ഇങ്ങനത്തെ ക്വാളിറ്റി സ്റ്റോക്സിലും കറക്ഷൻസ് ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത്യാവശ്യം എല്ലാവരും ഡിമാൻഡ് ഏരിയകളിൽ ചെയ്യണമെന്ന് പറയുന്നത് ഇതാണ്. കണ്ടോ, ഇപ്പം നിങ്ങൾക്കറിയാം ഈ ഏരിയയിലൊക്കെ കമ്പനി നല്ലതാണെന്ന് പറഞ്ഞ് വാങ്ങിയവർക്കല്ല ലോസിൽ പൊക്കാണ്. 870 റേഞ്ചിലും അല്ലെങ്കിൽ 9,000 റേഞ്ചിലൊക്കെ IRCTC വാങ്ങിയവർക്ക് എന്താ സംഭവിക്കുക? ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് വാങ്ങിയ ആളുകൾക്കെല്ലാം ലോസ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കണ്ടില്ലേ, ഓരോ തവണയും ഡിമാൻഡ് ഏരിയ ബ്രേക്ക് ചെയ്താണ് ഈ സ്റ്റോക്ക് ഡൗൺ സൈഡ് വന്നുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ വാങ്ങേണ്ടത് ഏറ്റവും ലോവർ ലെവൽസിൽ വാങ്ങി ഹോൾഡ് ചെയ്യേണ്ട ഇമ്പോർട്ടൻസ് നമുക്ക് IRCTCയുടെ സ്റ്റോക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഡിമാൻഡ് ഏരിയാസ് എല്ലാം നമുക്ക് പറയാം. ഇപ്പം നിൽക്കുന്നത് ഒരു ഡിമാൻഡ് ഏരിയയിലാണ്. 600 to 565 റേഞ്ച് ഡിമാൻഡ് ഏരിയയാണ്. അത് കഴിഞ്ഞാൽ വീണ്ടും ഒരു 390 റേഞ്ചിലേക്ക് ബ്രേക്ക് ഉണ്ടാവുമോ ഇല്ലയെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. സോ നമുക്കതൊന്നും മാർക്കറ്റിലൊന്നും എന്താ പറയുക സ്വാഭാവിക നടക്കാത്തതല്ല, എന്ത് വേണോ സംഭവിക്കാം. സോ ഇതിലൊരു എന്താ പറയുക, ഞാനിപ്പോൾ ഒരു ബൈയിങ് എടുക്കുമെന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല. എന്തായാലും കമ്പനി നല്ല റിസൾട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്തായാലും വാച്ച് ലിസ്റ്റിലും ഒരു പ്രൈവറിൽ ഞാൻ ഇങ്ങനത്തെ സ്റ്റോക്കുകളിൽ ബേസിക്കലി ചെയ്യാൻ പറ്റിയ കാര്യം എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണെങ്കിൽ ഓക്കെ ഡിപ്സിലൊക്കെ നമുക്ക് വാങ്ങാം. അല്ലാത്ത പക്ഷം ഞാൻ എന്താണെന്ന് വെച്ചാൽ ഒരു സ്ട്രക്ചർ ബ്രേക്ക് കണ്ടാൽ മാത്രമേ ഞാൻ വാങ്ങത്തുള്ളൂ. ഇത് ഈ ഒരു നല്ലൊരു ബ്രേക്ക് തന്നു ഒരു ഹയർ ഹൈ ഫോം ചെയ്യുമ്പോഴത്തേക്ക് മാത്രമേ ഞാൻ ഇങ്ങനത്തെ സ്റ്റോക്കുകളിൽ ഒരു ബൈയിങ് പ്രഷറിൽ ഞാൻ കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയിട്ട് വാങ്ങാറുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ക്യാഷ് ലോക്കായി പോകും ഇല്ലേ. അപ്പോൾ ഞാൻ എന്തായാലും തൽക്കാലം ഈ സ്റ്റോക്ക് ഒന്ന് അവോയ്ഡ് ചെയ്യും. എന്തായാലും വെയിറ്റ് ചെയ്ത ശേഷം മാത്രമേ ഇതിലൊരു എൻട്രി സാധ്യതകളൊക്കെ നോക്കത്തുള്ളൂ. കാര്യം എനിക്കൊരു ബൈയിങ് പ്രഷർ വരുന്നതായിട്ട് എനിക്ക് തോന്നുന്ന സംഭവം മാത്രമേ ഞാൻ ഇതിലൊരു എൻട്രി ഒക്കെ എടുക്കാനായിട്ട് ഞാൻ നോക്കത്തുള്ളൂ അല്ലേ.
എന്തായാലും കമ്പനി നല്ല റിസൾട്ടൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിൽ ഇതിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് വാച്ച് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇൻഡിവിജ്വലി നിങ്ങൾക്ക് നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്ത ശേഷം നിങ്ങൾക്കെല്ലാം തീരുമാനങ്ങൾ എടുക്കാമല്ലോ. അപ്പോൾ എന്തായാലും നല്ല റിസൾട്ട് പ്രഖ്യാപിച്ച കമ്പനികളിൽ IRCTC മുൻപോട്ട് തന്നെ നിൽപ്പുണ്ട്. ആൻഡ് ഡിവിഡൻറ്റും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ടെലിഗ്രാം ചാനലും നമ്മൾ എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. പുതിയ ചാനലാണ്, മറ്റേ ഡിലീറ്റ് ചെയ്ത് പോയതുകൊണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി അതിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ താങ്ക് യു.